ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ സീരീസ് കോമ്പിനേഷനാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഡിസ്കഷനിലേക്ക് ഓർമ്മ ഉണ്ടാവും. ഇന്ന് നമ്മൾ അതിൻ്റെ പാരലൽ കോമ്പിനേഷനിലേക്ക് പോകാൻ പോവാണ്. ഇപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം, റെസിപ്രോക്കൽ ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ സമാണ്. റെസിപ്രോക്കൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്, സം ഓഫ് ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പാരലൽ കോമ്പിനേഷൻ ആണ്. സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് പാരലൽ കോമ്പിനേഷൻ. ഇത് ഈ പാരലൽ കോമ്പിനേഷൻ എന്ന് അറിയണം. കപ്പാസിറ്റേഴ്സിനെ നമ്മളിത് എങ്ങനെ കണക്ട് ചെയ്യാൻ പോകും? ഇത് ഒരു പാരലൽ കോമ്പിനേഷനിലേക്ക് നമ്മൾ വരാൻ പോവാണ്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഡിഫറെൻറ്റ് കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സിനെ എടുത്ത് പാരലായിട്ട് കണക്ട് ചെയ്തു. C1, C2, C3 ആർ ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. ഇത് ഈ പാരലൽ കോമ്പിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പോണന്റുകളുടെ പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇലക്ട്രിഫിക്കേഷനിൽ ഡിഫറെൻറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസുകളെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പാരലായിട്ടാണ്. പാരലായിട്ട് കണക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇൻഡിവിജ്വൽ കൺട്രോൾ പോസിബിൾ ആകണം. ഒരു ലൈറ്റിനെ ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം. അതിനാണ് പാരലായിട്ടുള്ള കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. ഈ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിങ്ങൾക്ക് ആ ഡിവൈസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഹോം അപ്ലയൻസിന് അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഡൊമസ്റ്റിക് സപ്ലൈയിൽ 230 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ വി വോൾട്ട് വന്നു കഴിഞ്ഞാൽ, ഈ വി എന്ന് പറയുന്ന വോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ്സിനെ ഞാൻ മാർക്ക് ചെയ്യാണ്. ദിസ് പോയിന്റ് എ ആൻഡ് ദിസ് ടെർമിനൽ ഈസ് എ ബി. ആക്ച്വലി C1 അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പി ഡി അക്രോസ് ദ ടെർമിനൽസ് എ ആൻഡ് ബി ആണ്, ആൻഡ് ദാറ്റ് ഈസ് വി. C2 അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പി ഡി അക്രോസ് ദ പോയിന്റ്സ് എ ആൻഡ് ബി, ആൻഡ് ദാറ്റ് ഈസ് വി. അഗൈൻ C3 അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പി ഡി അക്രോസ് എ ആൻഡ് ബി ആണ്, അത് വി ആണ്. അപ്പോൾ ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. കപ്പാസിറ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കമ്പോണന്റ് എന്ന് പറയുന്നത് സെയിം ആസ് സെറ്റ് ഓഫ് ദ റെസ്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓരോന്നിനും C1 അക്രോസ് ആയിട്ട് വി ഉണ്ട്, C2 അക്രോസ് ആയിട്ട് വി ഉണ്ട്, C3 അക്രോസ് ആയും വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇവിടുന്ന് Q കൂളോം ചാർജ് സെല്ലിന്റെ പോസിറ്റീവ് എന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട് ചാർജ് ഫ്ലോയ്ക്ക്. ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇതൊരു റിവറാണ്. റിവറിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബ്രിഡ്ജ് ഉണ്ട്. സപ്പോസ് ഒരു ബ്രിഡ്ജ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇതുവഴി വരിക, ഈ ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യുക. സപ്പോസ് 3 ബ്രിഡ്ജ് ഉണ്ടെന്നിരിക്കട്ടെ. സപ്പോസ് ഇഫ് എ നമ്പർ ഓഫ് ബ്രിഡ്ജസ് ആർ ദേർ, ലെറ്റ് ഇറ്റ് ബി 3. 3 ബ്രിഡ്ജ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ വരുന്ന മൊത്തം ട്രാഫിക് 3 ഡിവൈഡ് ചെയ്യും. 3 ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും മൂവ് ചെയ്യുക. നമ്മൾ ഏത് ബ്രിഡ്ജ് പ്രിഫർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാഫിക് കുറവുള്ള ബ്രിഡ്ജ് പ്രിഫർ ചെയ്യും. കാരണം നമുക്ക് പെട്ടെന്ന് കടന്നു പോകണം അല്ലേ. എന്തായാലും ഡിവൈഡ് ചെയ്യും, 3 ഡിവൈഡ് ചെയ്ത് പോകും. ഓപ്ഷനുണ്ട്. സീരീസിൽ അത് പോസിബിൾ അല്ലെന്നേ. ഒരു ബ്രിഡ്ജ്, അടുത്ത ബ്രിഡ്ജ് ഏതിനെങ്കിലും നമുക്ക് കടന്നു പോകാതിരിക്കാൻ പറ്റുകയില്ല. അതെങ്ങനെയാണ് ബ്രിഡ്ജെങ്കിൽ, ഇവിടെ കൂടെ കടന്നു പോകുന്ന, ഒന്നിലൂടെ പോകുന്ന, എ ബ്രിഡ്ജിലൂടെ പോകുന്നു, ബിയിലൂടെയും സിയിലൂടെയും പോകണം, എങ്കിലേ ഇപ്പുറത്ത് എത്താൻ പറ്റും. അപ്പോൾ അതൊരു സീരീസ് കോമ്പിനേഷനാണ്. ഇത് പാരലൽ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ Q ചാർജ് ഫ്ലോ ചെയ്ത് എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയാൽ ചാർജ് ഡിവൈഡ് ചെയ്യും. Q1 ചാർജ് C1 എന്ന കപ്പാസിറ്ററിലേക്ക്, Q2 C3യിലേക്ക്, Q3 C3യിലേക്ക്. ചാർജ് ഡിവിഷൻ ആണ്. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ, Q ചാർജ് വന്നു കഴിഞ്ഞാൽ ആ Q ചാർജ് ആണ് ഇപ്പം 3 ഡിവൈഡ് ചെയ്തത്. Q1 പ്ലസ് Q2 പ്ലസ് Q3. അഥവാ ഇത് 3 കൂടെ ആഡ് ചെയ്ത് Q കൂളോം ചാർജ് കിട്ടണം. ഇവിടെ എത്തുമ്പോൾ അത് വീണ്ടും എന്താവണം, Q കൂളോം ആവണം. അപ്പോൾ സെല്ലിന്റെ പോസിറ്റീവ് എന്ന് ലീവ് ചെയ്ത് തന്നെ നെഗറ്റീവിൽ കൂടെ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യാൻ വേണം. അതൊക്കെ അതിൻ്റെ ഒരു ബേസിക് ആയ ഒരു ഐഡിയ. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ പോവാണ്. We have this equation with S. We have Q equals CV.
So what is the value of Q1? Your answer is C1 into, what is the PD across C1? PD across C1 എന്ന് വെച്ചാൽ PD across ABR, and that is V. So your answer is Q1 ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Q1 ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം C1V. C2 ന് across Q2. Q2 നോട് again C2 into PD across AB, again V. So C2 into V, next is C3 into V. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു കോമ്പിനേഷൻ ആണ്. C1, C2, C3 കപ്പാസിറ്റൻസ് ഉള്ള 3 കപ്പാസിറ്ററുകളുടെ പാരലൽ കോമ്പിനേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോൾ ഇവനെ റീപ്ലേസ് ചെയ്യാൻ പോവാണ് ഒരു സിംഗിൾ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട്. അതിന്റെ വാല്യൂ C ഇക്വലന്റ് എന്ന് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, C ഇക്വലന്റ് എന്ന് മാർക്ക് ചെയ്താൽ അതിനെ ക്രോസ് ആയി കണക്ട് ചെയ്യുന്ന സെല്ല് V ആണ്. ചാർജ് എത്രയാണ്? Q ചാർജും അതിലൂടെ ഫ്ലോ ചെയ്യണം. Now you can write Q is C equivalent into V. So ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q is C equivalent into V. V കോമൺ എടുക്കുക, കട്ട് ചെയ്ത് കളയാം അല്ലേ? V എല്ലാത്തിലും ഉണ്ട് അല്ലേ? V അങ്ങ് കളഞ്ഞാൽ പോരെ. So C equivalent is C1 plus C2 plus C3. So when a number of capacitors are connected in parallel, the equivalent capacitance is sum of the individual capacitances. N capacitors ഉണ്ടെങ്കിൽ plus etc plus Cn. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഐഡന്റിക്കൽ കപ്പാസിറ്റർ ആണെങ്കിലോ ഫോർ N ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ഈ ഇക്വേഷൻ വരുന്ന ചേഞ്ച് എന്തായിരിക്കും? C equivalent is N times C. That is all. നേരത്തെ നമുക്ക് കിട്ടിയത് ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ അറിയാലോ. സീരീസ് കോമ്പിനേഷനിൽ N ഐഡന്റിക്കൽ ആണെങ്കിൽ C equivalent C/N ആണെങ്കിൽ ഇവിടെ C equivalent എന്ന് പറയുന്നത് N times C ആയിരിക്കും. അഥവാ സിംഗിൾ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ N ടൈംസ് ആയിരിക്കും N ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷനിലുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. Now ഇനി നമ്മൾ ഇതിൽ ഡിസ്കഷൻ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. എനർജി സ്റ്റോർഡ് എന്താണ് ഈ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്നുള്ളത് നമുക്ക് കൃത്യമായി ഒന്ന് മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. C ആണ് അതിൻ്റെ കപ്പാസിറ്റൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V ആണ്. ഈ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ വർക്ക് റിക്വയർഡ് ടു മൂവ് ഓർ ടു ആഡ് 1 coulomb ചാർജ് ടു ദിസ് കപ്പാസിറ്റർ പ്ലേറ്റ്. ഞാനിതിലേക്ക് ഇപ്പോൾ ഇതിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ പറയും ചാർജ് എത്ര? Q is equal to CV ഉണ്ട്. ഓക്കെ, അപ്പോൾ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ യൂണിറ്റ് കൂളോം ചാർജിനെ നിങ്ങൾ ആഡ് ചെയ്യാനുള്ള വർക്കാണ്. സപ്പോസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ DQ എന്ന് പറയുന്ന ഒരു ചാർജിനെ കൊണ്ടുവരാൻ നിങ്ങൾ എത്ര വർക്ക് ചെയ്യേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിറ്റ് ചാർജിന് V ആണെങ്കിൽ DQ ചാർജിന് ഇൻറ്റു DQ ആണ്. ഇത് വർക്കാണ്. എന്തിനുള്ള വർക്കാണ്? DQ കൂളോം ചാർജിനെ കപ്പാസിറ്റർ പ്ലേറ്റ്സിലേക്ക് ആഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട വർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്ററിനെ അതിന്റെ അൺചാർജ്ഡ് സ്റ്റേറ്റ് ആകുമ്പോൾ ചാർജ് എത്രയാണ്? 0. ആദ്യം നമ്മൾ ചാർജ് ചെയ്തു. എത്രയിലേക്ക്? ക്യാപിറ്റൽ Qയിലേക്ക് ചാർജ് ചെയ്തു. സോ അൺചാർജ്ഡ് സ്റ്റേറ്റിൽ നിന്ന് ചാർജ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഞാൻ എത്ര വർക്ക് ചെയ്യണം? നിങ്ങൾക്കറിയാൻ പറ്റും, ഇവിടെ V എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല. നിങ്ങൾ ചാർജ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് Vയുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. DQ എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ്ലി സ്മോൾ ചാർജ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് അത്രയും ചെറിയൊരു ചാർജ് ആഡ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ്. അതുകൊണ്ടാണ് DW എന്ന് പറയുന്നത് V into DQ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ വർക്ക് റിക്വയർഡ് ടു ചാർജ് ദ കപ്പാസിറ്റർ ഫ്രം ഇറ്റ്സ് അൺചാർജ്ഡ് സ്റ്റേറ്റ്, say charge is 0 to a fully charged state, capital Q എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ W is integral 0 to capital Q VdQ. We have the value of V is Q by C. Substitute ചെയ്താൽ integral 0 to capital Q by C dQ.
കപ്പാസിറ്റൻസ് ഓഫ് എ പാരപ്ലേറ്റ് കപ്പാസിറ്റർ എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്നാണ്. അതിന്റെ ജോമെട്രി ഡിപ്പെൻഡ് ചെയ്യും, മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ജോമെട്രി എന്ന് പറഞ്ഞാൽ പ്ലേറ്റിന്റെ ഏരിയയും പ്ലേറ്റ് തമ്മിലുള്ള സെപ്പറേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നേ. പിന്നെ എപ്സിലോൺ നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ അതെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1/c എന്ന് പറയുന്നത്, അഥവാ സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1/c ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ക്യൂ ക്യൂ ഡി ക്യൂ ആണ്. എടാ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ്. അപ്പൊ നമുക്ക് 1/c ഇൻറ്റു ക്യൂ സ്ക്വയർഡ് ബൈ 2 within the limit 0 to capital Q. So your answer is capital Q കൊടുത്താൽ Q squared by 2c. So W is Q squared by 2c. I repeat, energy stored in a capacitor എന്ന് പറഞ്ഞാൽ actually work ആകുന്നു. Work required to charge that capacitor from its uncharged state to a charged state. Charged state എന്ന് പറഞ്ഞാൽ എത്ര ചാർജ് വേണോ ആവട്ടെ, ആ ചാർജിലേക്ക് നമ്മൾ എന്താണ് പറയുക, ഒരു ബോഡിയിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ബോഡി ഫ്രം ഇറ്റ് സീറോ പൊട്ടൻഷ്യൽ എനർജി ടു ദാറ്റ് പൊസിഷൻ. പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് മാറുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി മാറും. അതുകൊണ്ട് ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജിനനുസരിച്ച് എന്ത് മാറും, എനർജി സ്റ്റോർഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഡി ക്യൂ ക്വാണ്ടിറ്റിയെ കൊണ്ടുവരാനുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്തു, ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് അവനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തു, വർക്ക് കിട്ടി. ആൻഡ് ദിസ് വർക്ക് ഇസ് നത്തിങ് ബട്ട് എനർജി സ്റ്റോർഡ്. അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ സ്റ്റോർഡ് ഫോം എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതി വെച്ചു, ക്യൂ സ്ക്വയർഡ് ബൈ 2c. Electrostatic potential energy. Or you can write, we have Q is Q ന്റെ വാല്യൂ നമുക്കറിയാം. Q ന്റെ വാല്യൂ എത്രയാടാ, Q is CV ആണ്. അപ്പോൾ ഇതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C സ്ക്വയർഡ് V സ്ക്വയർഡ് ബൈ 2c ആണ്. യുവർ ആൻസർ ഈസ് ഹാഫ് C V സ്ക്വയർഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. Energy stored in terms of Q and C. Now the energy stored is in terms of C and V. ഇനി ഏതിന്റെ ടേമിൽ വേണം ഇവിടെ, ക്യൂവും സിയിലുമായി സിയിലും വിയിലുമായി. ഇനി നമുക്ക് എന്ത് വേണം, ക്യൂവിലും വിയിലും കൂടെ വേണം അല്ലേ. അപ്പോൾ അടുത്ത ഇക്വേഷൻ അതിലോട്ടൊന്ന് മാറ്റി എഴുതി. എനർജി സ്റ്റോർഡ് ഈസ് ഹാഫ്, വേണമെങ്കിൽ സിക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സിക്ക് പകരം ക്യൂ ബൈ സി കൊടുത്തോ, ക്യൂ ബൈ സി അല്ലേ, ഇൻറ്റു വി സ്ക്വയർഡ് അല്ലേ. സോറി, സിക്ക് പകരം അല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ, സിക്ക് പകരം ക്യൂ ബൈ വി, ക്യൂ ബൈ വി, Q by V into V squared. So your answer is half QV. So these are the equations for the energy stored in a capacitor. The capacitor store is the energy equations ആണ് ഇതെല്ലാം. നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ഈക്വേഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നു ഹാഫ് മീ സ്ക്വയർ എന്നൊക്കെ പറയുന്ന പോലെ ഹാഫ് സി വി സ്ക്വയർ മാത്രം ഓർത്തിരുന്നിട്ട് ക്യൂ ഈസ് ഈക്വൽ ടു സി വി റിലേഷനിൽ മാറ്റി എഴുതുക, നിങ്ങളുടെ ഇഷ്ടം. ഇനി ക്വസ്റ്റ്യൻ, ഒരു കപ്പാസിറ്ററിൽ എവിടെ എനർജി സ്റ്റോർ ചെയ്യൂടാ? കപ്പാസിറ്ററിലാകെ 2 പ്ലേറ്റ് ഉണ്ട്, പിന്നെ 2 പ്ലേറ്റുകളാണുള്ളത്, പിന്നെ ഡി സെപ്പറേഷൻ. എവിടെ എനർജി സ്റ്റോർ ചെയ്യും? ഒരു ബോഡിയിൽ എവിടെ വെച്ചാൽ ബോഡിയിൽ സ്റ്റോർ ചെയ്യും, അത്രയും. കപ്പാസിറ്ററിൽ എവിടെ സ്റ്റോർ ചെയ്യും? കപ്പാസിറ്ററിൽ എവിടെ സ്റ്റോർ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് പ്ലേറ്റ് അല്ലേടാ, ഇത് കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് പ്ലേറ്റ് അല്ലേടാ. പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ്, കപ്പാസിറ്റർ പ്ലേറ്റുകളിൽ സ്പേസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിൽ എന്തുണ്ടടാ, ഫീൽഡ് ഉണ്ട്. എന്ത് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ്. എനർജി എവിടെ സ്റ്റോർ ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ്, ആൻഡ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്, ആൻഡ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളണം. ഒരു കപ്പാസിറ്ററിൽ എനർജി എവിടെ സ്റ്റോർ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിലാണ്. അഥവാ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ സ്റ്റോർ എനർജി. അതൊരു പുതിയൊരു ഐഡിയ ആണ് അല്ലേ. ഇത് പിൽക്കാലത്ത് നമ്മൾ മാക്സ്വെല്ലിൻ്റെ തിയറിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ വീണ്ടും ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലായിക്കോളൂ, ഒരു ഇലക്ട്രിക് ഫീൽഡിന് എനർജിയെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഈ എഴുതി നിർത്തിയത്. ക്ലിയർ? സോ നമ്മുടെ ഫൈനൽ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് 1D ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ. graph electrostatic generator.
ഈ വാൻ ഡി ഗ്രാഫ് സയൻസിൻ്റെ പേരാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ ആണ്. ഇറ്റ് ഈസ് സിംപ്ലി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ആൻസർ എന്ന് പറയുന്നത് ഇതൊരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പേരിൽ തന്നെ ഉണ്ട്, ദാറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് എ പാർട്ടിക്കിൾ ആണ്, അഥവാ ഹൈലി എനർജറ്റിക് പാർട്ടിക്കിളിനെ ഉണ്ടാക്കാനതാണ്. പാർട്ടിക്കിൾ ആക്സിലറേറ്ററെ കുറിച്ച് നമ്മളിവിടെ നമ്മുടെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൽ ഡിസ്കസ് ചെയ്യും. സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. ലീനിയർ ആക്സിലറേറ്ററുകളുണ്ട്, സിങ്ക്രണൈസ് ചെയ്ത സൈക്ലോട്രോണുകളുണ്ട്, ബീറ്റാട്രോണുകളുണ്ട്. ഇതൊക്കെ ഹാർഡ് ഓൺ കൊളിഷൻ എക്സ്പെരിമെന്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പാർട്ടിക്കിൾ ഹൈലി എനർജറ്റിക് പാർട്ടിക്കിളുകളെ കൊളൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന സബറ്റോമിക് പാർട്ടിക്കിളുകളെ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹാർഡ് ഓൺ കൊളിഷൻ എക്സ്പെരിമെന്റുകളൊക്കെ. അഥവാ മാറ്ററിന്റെ ഫണ്ടമെന്റലായ പാർട്ടിക്കിളിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റുകളാണ്. അപ്പോൾ എന്തായാലും ഇത് അതിന്റെ ഒരു പ്രിമിറ്റീവായ ഒരു സാധനമാണ്. വാൻ ഡി ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. അതൊരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. എന്തിനു ഉപയോഗിക്കും? ഹൈലി എനർജറ്റിക് പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഈ ഹൈലി എനർജറ്റിക് പാർട്ടിക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു പാർട്ടിക്കിളിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ എച്ച് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത പാർട്ടിക്കിൾ എച്ച് ഹൈറ്റിൽ mgh എനർജി ഉണ്ട്, താഴെ എത്തുമ്പോൾ ദ എൻറ്റയർ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി. സോ ദാറ്റ് ഇസ് ഹാഫ് m² ഈസ് mgh. ഞാൻ ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് ഹാഫ് m² കൂടും. അപ്പോൾ ഹൈലി എനർജറ്റിക് പാർട്ടിക്കിൾ ആക്കാൻ ഞാൻ എന്ത് കൂട്ടിയാൽ മതി? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കൂട്ടിയാൽ മതി. ഇതേ ഐഡിയ ആണ് വാൻ ഡി ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്ററിലും ഉള്ളത്. ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ഹൈലി എനർജറ്റിക് പാർട്ടിക്കിളിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ വാൻ ഡി ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ഞാൻ ഇതൊരു സ്പെറിക്കൽ ഷെല്ലാണ്, റേഡിയസ് r1. It hold a charge q1. It is surrounded by another spherical shell whose radius is r2 and charge is q2. Clear on r2 greater than r1. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ you have to find out the electric potential here on the surface of the first sphere, and then you find out the potential on the surface of the outer one. അപ്പോൾ ഇന്നർ സ്പിയറിന്റെയും ഔട്ടർ സ്പിയറിന്റെയും സർഫസ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ജോലി. നോക്കൂ, ഒന്നാമത്തെ സ്പെറിക്കൽ ഷെൽ റേഡിയസ് r1 ആണ്, ചാർജ് q1 ആണ്. രണ്ടാമത്തേന്റെ റേഡിയസ് r2 ആണ്, ചാർജ് q2 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഓരോ സ്പിയറിന്റെയും സർഫസിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ഇന്നർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. വി ഇന്നർ. ഇന്നറിന്റെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഔട്ടറിലായിരുന്നെങ്കിൽ സംശയമൊന്നും വേണ്ട, നിങ്ങൾ അപ്പോഴും മറുപടി പറഞ്ഞേ അല്ലേ. ഒരു സ്പിയറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാം. ഓക്കെ, ടൈംസ് q/r1 ആണ്. അകത്തെ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ സർഫസ് പൊട്ടൻഷ്യൽ തുല്യമാണ്, അതും അറിയാം. അപ്പോൾ ഇന്നർ സ്പിയറിന്റെ സർഫസിൽ ഇന്നർ സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കിട്ടി, k ടൈംസ് q/r1. തീർന്നോ? തീർന്നില്ല. ഈ പോയിന്റിൽ ഔട്ടർ സ്പിയറും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. എടാ, ഔട്ടർ സ്പിയർ അതിന്റെ അകത്തുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ at any point on the surface of the q charge r radius ആണെങ്കിൽ നിങ്ങൾ പറയും v സർഫസ് എത്രയെന്ന് ചോദിച്ചാൽ k ടൈംസ് q/r ആണ്. ഇന്നറിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? സെയിം ആസ് ദാറ്റ് ഓഫ് സർഫസ് ആണ്. പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ് വരച്ചേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പൊട്ടൻഷ്യൽ വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ് ഓർമ്മയില്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ എടുത്ത് വെച്ച് നോക്കിക്കോളണം. അപ്പൊ ഇന്നർ പോയിന്റിലെ പൊട്ടൻഷ്യൽ നോക്കൂ, ഇന്നറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നർ സ്പിയർ ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ k ടൈംസ് q/r1 ആണ്. ഇനി ഈ പോയിന്റിൽ ആരുണ്ടാക്കും? ഔട്ടർ സ്പിയർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ഔട്ടർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ k ടൈംസ് ഇത് q1 ആണ് അല്ലെ, q1 ആണ് അല്ലെ. അടുത്തത് q2 ആണ് അല്ലെ, q2 ബൈ അവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? r2 ആണ്. So this is a potential at a point on the surface of the inner sphere. ഇനി ഔട്ടർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ v outer.
എടാ ഔട്ടർ സ്പിയറിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ. ഈ പോയിന്റിൽ ഔട്ടർ സ്പിയർ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അപ്പൊ നിങ്ങൾ പറയും അത് K ടൈംസ് Q2/R2 ആണ്. തീർന്നില്ല. ഈ പോയിന്റിൽ ആരും പൊട്ടൻഷ്യൽ ഉണ്ടാക്കും? ഇന്നർ സ്പിയർ. ഇന്നർ സ്പിയറിൽ നിന്ന് സ്മാൾ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? K ടൈംസ് Q/r ആണ്. അതും പഠിച്ചിട്ടുണ്ട്. അപ്പോ പ്ലസ് K ടൈംസ് ഇന്നർ സ്പിയറിലെ ചാർജ് Q1. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, that distance is R2. നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് പൊട്ടൻഷ്യലുകളെ കമ്പയർ ചെയ്യുക, വി ഇന്നറും വി ഔട്ടറും, ആൻഡ് വർക്ക് ഔട്ട് ദാറ്റ് റിലേഷൻ. രണ്ടും ഈക്വൽ ആണോ, ഈക്വൽ അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് ഗ്രേറ്റർ. രണ്ടിലും കോമൺ ഒരു ടേം ഉണ്ടല്ലേടാ, K ടൈംസ് Q/R1 ഇവിടെ ഉണ്ടോ? ഇല്ല. K ടൈംസ് Q2/R2 ഇവിടെ ഉണ്ടല്ലേ, K ടൈംസ് Q2/R2. അപ്പൊ ഇത് രണ്ടിലും കോമൺ ആണ്. ഇനി പൊട്ടൻഷ്യൽ തീരുമാനിക്കുന്ന ഈ ടേമാണ് K into Q1/R1 ഉം K ടൈംസ് Q1/R2. Which one is greater? Definitely R2 greater than R1. R2 greater than R1. R2 greater than R1. അപ്പോ V inner is greater than V outer. അപ്പൊ ഇന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി, ഇന്നർ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഔട്ടർ സ്പിയറിനേക്കാൾ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നർ സ്പിയറിനെയും ഔട്ടർ സ്പിയറിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണ്ടക്ടിങ് വയർ ഇവിടെ കണക്ട് ചെയ്തു. നോക്കടാ, ഇതൊരു കണ്ടക്ടിങ് വയർ ആണ്. ഇതെന്താണ്? കണ്ടക്ടിങ് വയർ ആണ്. കണ്ടക്ടിങ് വയർ ആണ്. ഫോർ എക്സാമ്പിൾ ഇന്നർ സ്പിയറിൽ ഞാൻ പറയുകയാണ് 1 കൂളോം ചാർജ് ഉണ്ട്. ഔട്ടർ സ്പിയറിൽ എത്ര ചാർജ് ഉണ്ട്? 1000 കൂളോം ചാർജ് ഉണ്ട്. 1 കൂളോം ചാർജിനെയും 1000 കൂളോം ചാർജിനെയും കൂടി കണക്ട് ചെയ്താൽ ചാർജ് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യൂടാ? നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചാർജ് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഫ്രം ദ പോയിന്റ് ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു ദ പോയിന്റ് ഓഫ് ലോവർ പൊട്ടൻഷ്യൽ. സോ ഹിയർ വിച്ച് സ്പിയർ ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ? ഇന്നർ സ്പിയർ. സോ ചാർജ് എവിടെ നിന്ന് ഫ്ലോ ചെയ്യും? 1 കൂളോം ഉള്ളതെന്ന് 1000 കൂളോമിലേക്ക് ഫ്ലോ ചെയ്യും അല്ലേ? എതുവരെ ഫ്ലോ ചെയ്യും? മൊത്തം ചാർജും ഫ്ലോ ചെയ്യുന്നവരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വി ഇന്നർ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? വി ഔട്ടർ ആണ് കണ്ടീഷൻ. അപ്പൊ ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടാണ് വാൻ ഡി ഗ്രാഫിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്ററിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിനി വാൻ ഡി ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണെന്ന് ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് സ്പിയർ ആണ്. ഇതിനെ ഒരു ഇൻസുലേറ്റിംഗ് സപ്പോർട്ട്സ് ഉപയോഗിച്ച്, ഇൻസുലേറ്റിംഗ് കോളംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് ഇൻസുലേറ്റിംഗ് ആണ്. ഇതാണെങ്കിൽ ഒരു കണ്ടക്ടിങ് സ്പിയർ ആണ്. ഈ കണ്ടക്ടിങ് സ്പിയറിന്റെ സെന്ററിൽ നമുക്ക് ഒരു പുള്ളി ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരിക്കും. ഞാൻ ഈ റെഡ് സർക്കിൾ കൊണ്ട് മീൻ ചെയ്യുന്നത് 2 പുള്ളികളാണ്. ഈ പുള്ളിയിലൂടെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നോൺ കണ്ടക്ടിങ് ആയിട്ടില്ല, ഒരു എന്താ പറയുക, ഒരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ഉണ്ടായിരിക്കും. എന്തുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺവെയർ ബെൽറ്റ്, സൈക്കിളിൻ്റെ ചെയിൻ എന്നോ ഒക്കെ പറയുന്ന പോലെ എൻഡ്ലെസ് ബെൽറ്റ് ഉണ്ടാകും. ഓ, റെഡ് എന്ന് പറഞ്ഞു അല്ലേ? പുള്ളി റെഡ്. ശരി, ഓക്കെ. ഇതൊരു എൻഡ്ലെസ് ബെൽറ്റ് ആണ്. ഈ ബെൽറ്റിനെ നമ്മളൊരു മോട്ടോർ ഉപയോഗിച്ച് റൺ ചെയ്യും. ഇപ്പോൾ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ലോവർ എൻഡിൽ നമ്മുടെ കൈവശം എന്തുണ്ടായിരിക്കും എന്ന് വെക്കുകയാണെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ആക്ച്വലി ഒരു സ്പ്രേ കോമ്പ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. സ്പ്രേ കോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ കോമ്പാണ്, ഷാർപ്പ് എഡ്ജോട് കൂടി ഒരു മെറ്റൽ കോമ്പാണ്. ഇതിനെ നമ്മളെടുത്തൊരു റെക്ടിഫയർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അഥവാ ഒരു ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ്. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഡിസിയുടെ ഒരു സോഴ്സ്. അപ്പോൾ ഇവിടെ ചാർജുകൾ അക്യുമുലേറ്റ് ചെയ്യും. അത് ഒരു കൊറോണ ഡിസ്ചാർജ്. അത് കേൾക്കുമ്പോൾ പേടിയല്ലേടാ, കൊറോണ അല്ലേ? എങ്കിൽ ഇവിടെയും കൊറോണ തന്നെയാണ്. കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുന്നത് വെച്ചാൽ ചാർജുകൾ പോയിന്റ് ടിപ്പിൽ അക്യുമുലേറ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫീൽഡ് സഫീഷ്യന്റ് ആകുമ്പോൾ ചാർജ് എന്ത് ചെയ്യും? സ്പ്രേ ചെയ്യും. അടുത്ത് ക്ലാസ്സിൽ ഇരിക്കുന്നവൻ്റെ മുഖത്തൂടെ തുമ്മുന്നതുകൊണ്ടാണ് നിന്നെ ഒന്നും സ്കൂളിലോട്ട് കൊണ്ടുവരാത്തത്. കൊറോണ ഡിസ്ചാർജ് വരും. അത് ഒഴിവാക്കാനായിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ കൊറോണ ഡിസ്ചാർജ് ആര് ചെയ്യും? ഈ മെറ്റൽ കോമ്പ് ചെയ്യും.
ഇപ്പൊ മെറ്റൽ കോമ്പിനെ ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചാർജ് എന്ത് ചെയ്യും? സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്ത ചാർജ് എവിടെ വന്ന് ഇവിടെ ഈ കൺവെയർ ബെൽറ്റിൽ വീഴും. കൺവെയർ ബെൽറ്റ് എന്ത് ചെയ്യണം? മോട്ടോർ ഉപയോഗിച്ച് റൺ ചെയ്യാം. ഇത് നേരെ എവിടെ എത്തും? മുകളിലെത്തും. അപ്പൊ ഇത് ആക്ച്വലി ഒരു മെറ്റൽ സ്പിയർ ആണ്. മെറ്റൽ സ്പിയറിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ ആൾറെഡി പഠിച്ചു. വി ഇന്നർ ഈസ് ഗ്രേറ്റർ ദാൻ വി ഔട്ടർ. ഇപ്പൊ നിങ്ങൾ ഇതിനെ ഒരു കണ്ടക്ടിങ് വയർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു അറേഞ്ച്മെന്റ് ഉപയോഗിച്ചോ ഒരു ബ്രഷ് ഉപയോഗിച്ചോ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് ഫ്ലോ നടക്കും. എവിടെ നിന്ന്? ഇന്നർ പുള്ളിയിൽ നിന്ന്, ഇന്നർ സ്പിയറിൽ നിന്ന് ഔട്ടറിലേക്ക്. ബിക്കോസ് വി ഇന്നർ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ വി ഔട്ടർ. അപ്പൊ ഇവിടുന്ന് ഇവൻ സ്പ്രേ ചെയ്ത കൊറോണ ഡിസ്ചാർജ് വഴി കിട്ടിയ ചാർജുകൾ ഇവിടെ എത്തി ഔട്ടർ സ്പിയറിലേക്ക് വരും. ഔട്ടർ സ്പിയറിൽ എന്ത് ചെയ്യും? യൂണിഫോം ആയിട്ട് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങും. ഇവന്റെ ചാർജ് കൂടിയാൽ ഇവന്റെ പൊട്ടൻഷ്യൽ കൂടും. ആ പൊട്ടൻഷ്യൽ, as charge increases, the potential of the outer sphere also increases, and that potential can be used to accelerate particles. ഇതാണ് വാൻ ഡി ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്ററിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടെക്സ്റ്റിൽ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വാൻ ഡി ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ അതിന്റെ വീഡിയോകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഇനിയൊരു ഹാപ്പി ന്യൂസ് ആണ്. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു നീണ്ട ചാപ്റ്ററാണ് തീർന്നിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് തീർന്നു. നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ ഡൈനാമിക്സിലേക്ക് തീരും. ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് തീരുന്നതിൻ്റെ ഒരു 1/3 ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു വലിയ വർക്ക് തീർക്കുകയാണ്. ഓക്കെ, ബൈ. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. നോട്ട്സിൻ്റെ ലാസ്റ്റ് പേജ് എന്നിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ.